നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് 2026 യൂണിയൻ ബഡ്ജറ്റ് സാധാരണ രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു പുതിയ സ്ട്രാറ്റജി കൂടിയാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന രാജ്യമാണ് ചൈന. പക്ഷേ 2026 ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം അവതരിപ്പിച്ച യൂണിയൻ ബഡ്ജറ്റ് ശരിക്കും ഇത് ചൈനയുടെ ഡോമിനൻസിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യയെ 2047 ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു ലോങ് ടേം സ്ട്രാറ്റജി കൂടിയാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നുമാണ്. ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് ചൈന നിലവിൽ ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യയുടെ സ്ട്രാറ്റജിയെ മനസ്സിലാക്കാനായിട്ട് കഴിയൂ. ചൈന എന്ന് പറയുന്നത് നിലവിൽ റെയർ എർത്ത് പ്രോസസ്സിംഗിന്റെ 60 മുതൽ 70% വരെ കൺട്രോൾ ചെയ്യുന്ന രാജ്യമാണ്. ചൈന എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. സോളാർ സപ്ലൈ ചെയിനിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അമേരിക്ക അടക്കമുള്ള ലോക രാജ്യങ്ങൾ വളരെയധികം ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിപ്പെൻഡൻസ് സ്ട്രാറ്റജിക് റിസ്ക് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് ലോക രാജ്യങ്ങളെ കൊണ്ടു നിർത്തുകയാണ്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അടുത്തിടെയാണ് മനസ്സിലാക്കിയത്. ഇന്ത്യക്കെതിരെ താരിഫ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പ്രസിഡന്റ് ട്രംപ് ആദ്യം ടാർഗറ്റ് ചെയ്തത് പതിവ് പോലെ ചൈനയെ തന്നെയായിരുന്നു. ചൈനയുടെ മേൽ 50%, 100%, 200%, 500% എന്നൊക്കെ പറഞ്ഞ് താരിഫ് കൂട്ടിയ സമയത്ത് ചൈന കുലുങ്ങിയില്ല. പകരം ചൈന എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റെയർ എർത്ത് പ്രോസസ്സിംഗിലുള്ള അവരുടെ ഡോമിനൻസ് എന്താണെന്ന് അമേരിക്കയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇനി അമേരിക്കയിലേക്ക് അപൂർവ ധാതുക്കളൊന്നും തന്നെ കയറ്റുമതി ചെയ്യില്ല എന്ന് ചൈന തീരുമാനിച്ചു. ഇതോടെ അമേരിക്കയുടെ സകല നിർമ്മാണ പ്രവർത്തനങ്ങളും വലിയ പ്രതിസന്ധിയിലായി. അമേരിക്കയുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സ് പോലും നിർമ്മിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. ചൈനയിൽ നിന്ന് റെയർ എർത്ത് മിനറൽസ് എത്തിയെങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് ആയുധങ്ങൾ പോലും നിർമ്മിക്കാൻ പറ്റൂ എന്നൊരു സ്ഥിതിവിശേഷം വന്നു. അവിടെയാണ് ചൈനയുടെ സ്വാധീനം അമേരിക്ക ശരിക്കും മനസ്സിലാക്കിയത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങ് ദൂരെ നമ്മുടെ രാജ്യം ഇരിക്കുന്നുണ്ട്. ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് പഠന വിഷയമാക്കി അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അത് മുമ്പും നമ്മൾ കണ്ടതാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തെ ഇന്ത്യ അതിസൂക്ഷ്മമായിട്ടാണ് പരിശോധിക്കുകയും പഠന വിഷയമാക്കുകയും ചെയ്തത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അത്യാധുനികമായ റഷ്യയുടെ മില്യൺ കണക്കിന് ഡോളർ വരുന്ന വലിയ ടാങ്കുകളും കവചിത വാഹനങ്ങളും ഒക്കെ നിസാര ഡോളർ മാത്രം ചിലവ് വരുന്ന ഡ്രോണുകളെ ഉപയോഗിച്ചുകൊണ്ട് യുക്രൈൻ ആക്രമിച്ച് തകർത്തത് ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കുകയും അത്തരമൊരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഇന്ത്യ തയ്യാറാക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് റെയർ എർത്ത് മിനറൽസിൽ ചൈനയുടെ ഡോമിനൻസിനെ ഇല്ലാതാക്കിക്കൊണ്ട് സപ്ലൈ ചെയിനിൽ ഒരു പുതിയ ശക്തിയായിട്ട് മാറാൻ ഇന്ത്യ ഒരുങ്ങുന്നത്. അതിന്റെ തുടക്കം ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം പുതിയ പദ്ധതികൾ പലപ്പോഴും രാജ്യത്തിന് ഭാവിയിൽ ഉപകാരപ്രദമായിട്ട് മാറുന്നവയാണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയുമെങ്കിലും നമ്മൾ ഇതൊന്നും തന്നെ പ്രാവർത്തികമാക്കാതെ അവഗണിക്കാറാണ് പതിവ്. പലപ്പോഴും ഇത് നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും വരുത്തിവെക്കും. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം സർക്കാർ ഹെൽത്ത് ഇൻഷുറൻസുകളുടെ GST മൊത്തം എടുത്തു കളഞ്ഞിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇതെല്ലാം വിലക്കുറവിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ എത്ര പേര് അത് പ്രയോജനപ്പെടുത്തി? എനിക്കും എന്റെ കുടുംബത്തിലെ ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇൻഷുറൻസ് എന്നൊക്കെ ആയിരിക്കും പലരും ചിന്തിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള നികുതികളെല്ലാം ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ എടുത്തു മാറ്റിയത് എന്ന് ആരും ചിന്തിക്കാറില്ല. കാരണം അസുഖം വരുമ്പോഴല്ല, വരുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനമുണ്ടാകൂ. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ ഈ ഇൻഷുറൻസുകളൊന്നും പിന്നെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് മുൻകൂട്ടി എടുത്തു വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെയാണ് ടേം ഇൻഷുറൻസുകളും. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിൽ നിന്ന് ഹെൽത്ത് ടേം ഇൻഷുറൻസുകൾ എടുക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാസം ഒരു 400-500 രൂപ പ്രീമിയത്തിൽ തുടങ്ങുന്ന പ്ലാനുകളുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ 1 കോടി വരെയും ടേം ഇൻഷുറൻസ് ആണെങ്കിൽ 2 കോടി വരെയും ഒക്കെ കവറേജ് ഉള്ള പ്ലാനുകൾ എടുക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു അസുഖമൊക്കെ വരികയാണെങ്കിൽ പോലും മികച്ച ഹോസ്പിറ്റലുകളിൽ ധൈര്യമായി ചിലവുകളെ പേടിക്കാതെ ട്രീറ്റ്മെന്റ് എടുക്കാം. അതുപോലെ തന്നെ ടേം ഇൻഷുറൻസും വളരെ പ്രധാനമാണ്. ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ, അതായത് മരണം പോലെയോ മറ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിലും നിങ്ങളുടെ കുടുംബം സാമ്പത്തികമായി സുരക്ഷിതരായിരിക്കും. 2 കോടി വരെയൊക്കെ കവറേജ് ഉള്ള പ്ലാനുകൾ പോലും ഇന്ന് നിലവിലുണ്ട്. നമുക്കൊരു അസുഖം വരുന്നതോ മരണം പോലുള്ള അത്യാഹിതം സംഭവിക്കുന്നതോ
സംഭവിക്കുന്നതൊന്നും മുൻകൂട്ടി കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും എല്ലാവരും മുൻകൂട്ടി ചെയ്തു വെക്കുന്നത് നല്ലതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ 25% വരെ ഡിസ്കൗണ്ടോട് കൂടിയും ടേം ഇൻഷുറൻസ് 15% വരെ ഡിസ്കൗണ്ടോട് കൂടിയും എടുക്കാൻ ഇന്ന് സാധിക്കും. ഇപ്പോൾ പ്രവാസികൾക്ക് ഇവ രണ്ടും, അതായത് ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ എടുത്തു വയ്ക്കാൻ പറ്റും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ലോക രാജ്യങ്ങൾ ഒരു സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്തെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ വലിയ അപകടം മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചൈനയെ മാത്രം ആശ്രയിക്കുന്നത് ഇനി ഒരിക്കലും ശാശ്വതമല്ല എന്ന് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഇന്നറിയാം. ഇവിടെയാണ് അവസരം മുതലാക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രങ്ങൾ. നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഞായറാഴ്ച അവതരിപ്പിച്ച നമ്മുടെ പുതിയ ബഡ്ജറ്റില് വലിയൊരു പ്രഖ്യാപനം നടത്തി. അതായത് വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള മൂലധന ചിലവില് ഏകദേശം 9% വർധനവ് പ്രഖ്യാപിച്ചു. 2026-27 കേന്ദ്ര ബജറ്റില് വിഹിതം 12.22 ലക്ഷം കോടിയായിട്ട് ഉയർത്തി. ഇത് എക്കാലത്തെയും ഉയർന്ന മൂലധന ചിലവാണ്. നമ്മുടെ GDP-യുടെ 4.4% ഇത് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ, തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അടിസ്ഥാന സൗകര്യ വികസനം. 2 മാനുഫാക്ചറിങ്, 3 സ്ട്രാറ്റജിക് മിനറൽസ്. ഒരു മാനുഫാക്ചറിങ് പവറായിട്ട് മാറണമെങ്കിൽ ഇത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഫ്രീ ബി കൊടുക്കുന്ന സംവിധാനം ഒന്ന് കുറയ്ക്കുകയും ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ലോങ് ടേം കപ്പാസിറ്റിയാണ് ഫോക്കസ് ചെയ്തത്. ഇവിടെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. അവിടെയാണ് നമ്മുടെ കേരളമടക്കം ഒരു വിഷയമായി വരുന്നത്. അതായത് റെയർ എർത്ത് കോറിഡോറുകൾ ഇന്ത്യ അനൗൺസ് ചെയ്തിരിക്കുന്നു. ഒഡീഷ, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഈ 4 സംസ്ഥാനങ്ങൾ അപൂർവ ധാതുക്കളുടെ കേന്ദ്രമാണ്. ഈ 4 സംസ്ഥാനങ്ങൾ, ഈ 4 സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റെയർ എർത്ത് കോറിഡോറുകൾ പ്രഖ്യാപിക്കുക വഴി ശരിക്കും ചൈനയുടെ മേലുള്ള ആശ്രിതത്വം ഇല്ലാതാക്കുക എന്നത് മാത്രമല്ല, നിലവിൽ ചൈനയുടെ റെയർ എർത്ത് മിനറൽസിലുള്ള ഡോമിനൻസ് ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ അപൂർവ ധാതുക്കളുടെ നിക്ഷേപമുള്ള 5 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. പക്ഷെ നമ്മൾ ഇത് വേണ്ട വിധം ഖനനം ചെയ്തെടുക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോഴും ചൈനയെ പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരികയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തുള്ള അപൂർവ ധാതുക്കളെ ഖനനം ചെയ്തെടുക്കുന്നതിലൂടെ നമുക്ക് ഈ ആശ്രിതത്വം കുറയ്ക്കാൻ കഴിയുക മാത്രമല്ല, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാനും കഴിയും. ഇന്ന് പല വിദേശ രാജ്യങ്ങളും ചൈനയുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും അവരുടെ കമ്പനികളെ ചൈനയിൽ തുടരാനും മാനുഫാക്ചറിംഗ് നടത്താനും അനുവദിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സപ്ലൈ ചെയിനിലുള്ള ചൈനയുടെ മുൻതൂക്കവും റെയർ എർത്ത് മിനറൽസിലുള്ള ചൈനയുടെ അപ്രമാദിത്വവുമാണ്. അതേ രീതിയിൽ നമുക്ക് മികച്ച സപ്ലൈ ചെയിൻ ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയും റെയർ എർത്ത് മിനറൽസ് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുകയും ചെയ്താൽ ചൈനയിൽ നിന്നുള്ള പല കമ്പനികളും ഇന്ത്യയിലേക്ക് വരും. എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങൾ ചൈനയെ പതിയെ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത് വർദ്ധിക്കാൻ തുടങ്ങും. ഇത് ഇന്ത്യൻ എക്കണോമിക്ക് തീർച്ചയായും ഗുണം ചെയ്യും. ഇത് മാത്രമല്ല, പ്രാദേശികമായിട്ട് നമ്മുടെ രാജ്യത്തിനകത്തുള്ള കമ്പനികളുടെ വളർച്ചയിലും ഇതൊരു വലിയ പങ്ക് വഹിക്കും. ഈ ഒരു നമ്മുടെ റെയർ എർത്ത് കോറിഡോറുകളിലൂടെ മൈനിങ്, പ്രോസസ്സിങ്, മാഗ്നറ്റ് മാനുഫാക്ചറിങ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ സാധ്യമാവുകയും ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളുടെ മേലുള്ള ആശ്രിതത്വം ഇല്ലാതാവുകയും ചെയ്യും. ഇതിലൂടെ നമുക്ക് EV മോട്ടോറുകളുടെ നിർമ്മാണം, വൈൻഡ് ടർബൈൻസിന്റെ നിർമ്മാണം, മിസൈലുകൾ, റഡാറുകൾ, സാറ്റലൈറ്റ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിലൊക്കെ വിദേശ ഇറക്കുമതിയിലുള്ള ആശ്രിതത്വം കുറയ്ക്കാനായിട്ട് കഴിയും. ചൈന റെയർ എർത്ത് മിനറൽസ് ജസ്റ്റ് മൈൻ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതേസമയത്ത് ചൈന പ്രോസസ്സിങ്, കൺട്രോളും കൂടെ ചെയ്യുന്നുണ്ട്. ആ രംഗത്തേക്കാണ് ചൈനയ്ക്ക് ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് ഇന്ത്യ പ്രവേശിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. ഇനിയുള്ള കാലത്ത് നമ്മുടെ രാജ്യത്തിന് ഒരു മാനുഫാക്ചറിംഗ് പവർ ആകണമെങ്കിൽ, പൂർണ്ണമായിട്ടും സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നുണ്ടെങ്കിൽ സെമി കണ്ടക്ടറിന്റെ കാര്യത്തിലും നമുക്ക് സ്വയം പര്യാപ്തത ആവശ്യമാണ്. നിസ്സാരമായ രീതിയിലല്ല, ഒരു പവർഫുൾ ആയിട്ടുള്ള ശക്തിയായിട്ട് നമുക്ക് സെമി കണ്ടക്ടറിന്റെ കാര്യത്തിൽ മാറേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മൾ ഇപ്പോഴും തായ്വാനും സൗത്ത് കൊറിയയ്ക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും പുറകിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം സെമി കണ്ടക്ടറിന്റെ ബസ് നമ്മൾ വളരെ മുമ്പ് തന്നെ മിസ് ചെയ്തു പോയി. നമ്മളെക്കാൾ ഒരുപാട് ദൂരം ഇന്ന് അത് എത്തി നിൽക്കുകയാണ്. നമുക്ക് അതിനോട് ഓടി എത്തണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ തന്നെ നമുക്ക് ഓടേണ്ടി വരും. അതിവേഗത്തിൽ വളരെ പരിശ്രമിക്കേണ്ടി വരും. 40,000 കോടി രൂപയാണ് സെമി കണ്ടക്ടർ മിഷൻ 2.0യുടെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ രംഗത്ത് ഇന്ത്യ കൊടുക്കുന്ന ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ചിപ്പ് ഫാബ്സ്, പാക്കേജിങ്, പവർ ഇലക്ട്രോണിക്സ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ, USA
ഈ രാജ്യങ്ങളുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട്. നമ്മളൊരു ട്രസ്റ്റബിൾ പാർട്ട്ണറാണ്. ജപ്പാനും അമേരിക്കയും ഇയുവും ഓൾറെഡി ചൈനയ്ക്ക് ടെക്നോളജി നൽകുന്നത് തടഞ്ഞിരിക്കുകയാണ്. അതായത് ചൈനയെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ചൈനയുടെ മേൽ ടെക് സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മേൽ ചൈനയുടെ മേൽ ഉള്ളതുപോലെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. ഇത് US, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ ബേസ് ചെയ്ത് സെമി കണ്ടക്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുമായിട്ട് സഹകരിക്കാൻ ഇന്ത്യയെ അനുവദിക്കും. സെമി കണ്ടക്ടർ രംഗത്ത് നമുക്കൊരു മാനുഫാക്ചറിംഗ് പവറായി മാറാൻ കഴിഞ്ഞാൽ നമുക്ക് സകല മേഖലകളിലും മുന്നേറാൻ കഴിയും. ഇവിടെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ കഴിവ് കാണിച്ചു കൊടുക്കേണ്ടത്. ഇന്ത്യ ഗവൺമെന്റ് മാക്സിമം പുഷ് ചെയ്യാണ് സെമി കണ്ടക്ടർ രംഗത്ത് ഒരു വിപ്ലവകരമായ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനായിട്ട്. നിലവില് ഈ മേഖലയിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് തായ്വാൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പനിയാണ്. സാംസങ് എന്ന് പറയുന്ന കൊറിയൻ കമ്പനി ഈ രംഗത്ത് മുന്നിലുണ്ട്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് US ആണ്. ചൈന തദ്ദേശീയമായിട്ട് സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ കൺട്രോൾ ചൈനയ്ക്ക് തന്നെയാണ്. അപ്പൊ നമുക്കും നമ്മുടെ കൺട്രോളിൽ നിർത്തിക്കൊണ്ട് സെമി കണ്ടക്ടർ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല AI ടെക്നോളജിയുടെ കാലത്ത്. എങ്കിൽ നമ്മൾ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഒരു വലിയൊരു തയ്യാറെടുപ്പ് നടത്തുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ചൈന ശരിക്കും പറഞ്ഞാൽ ഈ കോപ്പി ക്യാറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തത്. മറ്റ് രാജ്യങ്ങളെ കോപ്പി അടിച്ചുകൊണ്ട് ലോ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ നിർമ്മിച്ചുകൊണ്ട് ലോ കോസ്റ്റ് പ്രോഡക്റ്റുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ചീപ്പ് ലേബർ യൂസ് ചെയ്തിട്ടാണ് ചൈന മാർക്കറ്റ് പിടിച്ചെങ്കിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജി കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇന്ത്യ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൂൾസ് എല്ലാം തന്നെ കൃത്യമായി പാലിക്കുന്ന രാജ്യമാണ്. ഇന്ത്യ പുലർത്തുന്നത് ഹൈ വാല്യൂ മാനുഫാക്ചറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് ഇലക്ട്രോണിക്സ്, EV മോട്ടോഴ്സ് ആൻഡ് ബാറ്ററീസ്, ടെലികോം എക്യുപ്മെന്റ്സ്, സോളാർ സെൽസ് തുടങ്ങിയവയിലെല്ലാം തന്നെ ഇന്ത്യ ഒരു പ്രധാന ശക്തിയായിട്ട് വളർന്നവരാണ്. ഇവിടെ ഇന്ത്യ ഹൈ വാല്യൂ മാനുഫാക്ചറിംഗ് ആയതുകൊണ്ട് തന്നെ ചൈന കൈവരിച്ച പോലെ പെട്ടെന്നൊരു ബൂമായിരിക്കില്ല കൈവരിക്കുക. പക്ഷേ സ്ഥിരതയുള്ള ലോങ് ടേം നിലനിൽക്കുന്ന ഒരു വികസനമായിരിക്കും. മാനുഫാക്ചറിംഗ് രംഗത്തൊരു പുരോഗതിയായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക. ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ലോകത്തൊട്ടാകെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും അതിന്റെ കസ്റ്റമേഴ്സ് ഉണ്ടാവുന്നത്. ചൈനയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ചൈന ലോക്കൽ പ്രോഡക്റ്റുകൾ, ചീപ്പ് പ്രോഡക്റ്റുകൾ 69 രൂപയ്ക്ക് ഏതെടുത്താലും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചൈനീസ് പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ, അതായത് സാംസങ് പോലുള്ള അല്ലെങ്കിൽ അന്നത്തെ മോട്ടറോള, നോക്കിയ ഫോണുകളൊക്കെ നൽകുന്ന ഫീച്ചേഴ്സ് അത് വളരെ തുച്ഛമായ പൈസയ്ക്ക് ചൈനീസ് ഫോണുകൾ നൽകും. പക്ഷെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. എന്നാലും എല്ലാവർക്കും ഫോൺ കിട്ടും. അതുകൊണ്ട് എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള വലിയ പൈസയൊന്നും ഇല്ലാത്തവർ ചൈനീസ് ഫോണുകൾ വാങ്ങിക്കും. കുറച്ചു കാലം ഉപയോഗിക്കാൻ പറ്റും, സാധനം പെട്ടെന്ന് അടിച്ചു പോകും. പക്ഷെ എന്നാലും ഒരു ആഗ്രഹം നമുക്ക് നടക്കും. അറിഞ്ഞുകൊണ്ട് തന്നെ ലോ ക്വാളിറ്റി ആണെന്ന് അറിയാം, അറിഞ്ഞ് ചീപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് വാങ്ങും. കാരണം ഹൈ ക്വാളിറ്റി ലക്ഷറി പ്രോഡക്റ്റ് വാങ്ങാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇന്ത്യ അവിടെ കുറച്ച് ഡിഫറെന്റ് ആവുന്നത്, ഇന്ത്യൻ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് വലിയ വില കൊടുക്കണ്ട എന്ന് പറഞ്ഞ് തീരെ ചൈന കൊടുത്ത പോലെ തീരെ ചീപ്പും അല്ല. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ഈട് നിൽക്കുന്നവയും ക്വാളിറ്റി ഉള്ളവയുമാണ്. അവിടെയാണ് വ്യത്യാസം. ചൈനീസ് പ്രോഡക്റ്റുകൾ ലോ ക്വാളിറ്റിക്കാണ് പേര് കേട്ടതെങ്കിൽ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ഇപ്പൊ ആഫ്രിക്കൻ മാർക്കറ്റിലടക്കം ദീർഘകാലം ഈട് നിൽക്കുന്നതും ക്വാളിറ്റി ഉള്ളതും എന്ന രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചൈനയുടെ വേഗത കിട്ടില്ല. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന വളർച്ച സ്ഥിരതയുള്ളതും വിശ്വാസത്തിൽ അധിഷ്ഠിതമായതുകൊണ്ടുള്ളതും കുറെ കാലം നിലനിൽക്കുന്നതുമായിരിക്കും. ഡിഫൻസ് എക്സ്പോർട്ടിംഗ് രംഗത്ത് ഇന്ത്യ ഒരു മേജർ പവറായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആരും നോട്ടീസ് ചെയ്യാത്തൊരു മേഖലയാണത്. ചൈനയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ന് വെച്ചാൽ സ്ഥിരതയില്ലാത്ത, കൃത്യമായ ഭരണ സംവിധാനമില്ലാത്ത, ആഭ്യന്തര കലഹങ്ങളോ കലാപങ്ങളോ ഒക്കെ നിൽക്കുന്ന ചെറിയ രാജ്യങ്ങളിലോട്ടാണ് ചൈന എക്സ്പോർട്ട് ചെയ്യുന്നത്. വലിയ അളവിൽ ചൈന എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ്. ഇന്ത്യ ഡിഫൻസ് എക്സ്പോർട്സ് ഏകദേശം 85-ലധികം രാജ്യങ്ങളിലേക്കാണ് ചെയ്യുന്നത്. ഇതിനകത്ത് യൂറോപ്യൻ രാജ്യങ്ങളും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇസ്രയേലും അടക്കം ലോകത്തെ വമ്പൻ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ഡിഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ ഒരു മേജർ പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ പദ്ധതികളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇവിടെയാണ് ചൈന ഭയപ്പെടുന്നത്. കാരണം ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ മിഷൻ ഓൾറെഡി ചൈനയെ പരാജയപ്പെടുത്തിയതാണ്. ആധാർ കാർഡ്, UPI, ഡിജി ലോക്കർ, ONDC പോലുള്ള സംവിധാനങ്ങളിൽ നമ്മൾ ചൈനയെ മറികടന്നു. ചൈനയിൽ ഉള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ചൈനയുടെ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. എന്നാൽ ഇന്ത്യയുടേതെന്ന് പറയുന്നത് പബ്ലിക്കും എക്സ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്.
നിലവിൽ ചൈന കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടറീസ് ആണെങ്കിൽ ഇന്ത്യ പ്ലാറ്റ്ഫോംസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് പലതും കഴിയുമെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് കാണിച്ചിട്ടുണ്ട് നമ്മുടെ UPI എന്ന് പറയുന്നത് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ തന്നെയാണ്. ഇതുപോലെ പല മേഖലയിലും പടിപ്പടിയായിട്ട് ഇന്ത്യക്ക് മുന്നേറാൻ കഴിയും. ചൈന അവരുടെ രാജ്യത്ത് കൈവരിച്ച നേട്ടങ്ങൾ അതിനേക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇന്ത്യക്ക് കൈവരിക്കാൻ കഴിയും. അതിന്റെ കാരണങ്ങളിലൊന്ന് AI വളർച്ച കൂടിയാണ്. ഇന്ത്യ ഈ അവസരവും വളരെ നന്നായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ ശരിക്കും ചൈനയെ നമ്പറിൽ ഡിഫീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അല്ല മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഇന്ത്യ ചൈനയെ സ്ട്രാറ്റജി പരമായിട്ടാണ് ഡിഫീറ്റ് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ നോക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ ഈ 2026 മുന്നിൽ കണ്ടുകൊണ്ടല്ല ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 2047 നമ്മുടെ ലക്ഷ്യം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമനാണ്. നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് 9ാമത്തെ വർഷമാണ്, 9ാമത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു ധനമന്ത്രി അവതരിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ്, തുടർച്ചയായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അത് നമ്മുടെ നിർമ്മലാ സീതാരാമന്റെ പേരിലാണ്. മാത്രമല്ല, ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിതയും നിർമ്മലാ സീതാരാമൻ തന്നെയാണ്. സോ ഇവിടെ ഇന്ത്യ കൊടുക്കുന്ന സന്ദേശം വളരെ ക്ലിയർ ആണ്. ഒരു വികസിത രാഷ്ട്രം എന്ന് പറയുന്നത് ആ രാജ്യത്തെ പുരുഷന്മാർക്ക് മാത്രം ജോലിയുള്ള, പുരുഷന്മാർക്ക് മാത്രം വരുമാനമുള്ള ഒന്നല്ല. ഒരു വികസിത രാഷ്ട്രം എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ സമ്പാദിക്കാൻ കഴിയുന്ന വരുമാനമുള്ള ഒരു രാഷ്ട്രത്തെയാണ് നമുക്ക് വികസിത രാഷ്ട്രം എന്ന് പറയാൻ പറ്റുക. ആ ഒരു പാതയിലൂടെയാണ് ഇന്ത്യയും പോകുന്നത്. സ്ത്രീകൾക്ക് അതുകൊണ്ടാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടുമ്പോഴുകൂടിയാണ് ഒരു രാജ്യം വികസിക്കുന്നത്. ആ നിലയ്ക്ക് നമ്മുടെ സ്ത്രീകൾക്ക് ഒരു മാതൃക കൂടിയായിട്ടാണ് നിർമ്മലാ സീതാരാമൻ മാറുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് നിരവധി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും നമ്മുടെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുണ്ട്. സോ ഇന്ത്യ ഒരു മേജർ പവറായിട്ട് കളി തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് ഇതിനോടകം തന്നെ പറയാം. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വളർച്ചയെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിനോടൊപ്പം നമ്മുടെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ നൽകുന്ന ഇളവുകളും നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇപ്പോൾ GST ഇല്ലാതെ വിലക്കുറവിൽ ഹെൽത്ത് ടേം ഇൻഷുറൻസുകൾ നമുക്ക് എടുത്തു വയ്ക്കാം. ഇത് കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ വലുതായി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ വൈകിപ്പിക്കുന്നത് നല്ലതല്ല. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹെൽത്ത് ടേം ഇൻഷുറൻസ് പോളിസികൾ എടുക്കുവാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ.